ഹായ് ഫ്രണ്ട്സ്, PSC പരീക്ഷകളിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്ന, ഓർത്തിരുന്നാൽ 1 മാർക്ക് നിശ്ചയമായും നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ക്ലോസ്. നിരന്തരമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇഫ് ക്ലോസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയാവുന്നവർ ഓർമ്മ പുതുക്കുക, അറിയാത്തവർ പഠിക്കാൻ ശ്രമിക്കുക. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 വിഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് നമ്മളിപ്പോൾ ബോർഡിൽ കാണുന്നത്. ഇഫ് എന്ന വാക്കിനോടൊപ്പം വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു ഭാഗമാണ് എങ്കിൽ, സെന്റൻസ് ആണ് എങ്കിൽ, ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് എങ്കിൽ, സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ് എന്നറിയാത്തവർ നമ്മുടെ ഇതേ ചാനലിൽ അതിൻ്റെ ക്ലാസ് ലഭ്യമാണ്. അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എങ്കിൽ അടുത്ത വിഭാഗത്തിൽ വിൽ എന്ന വാക്കുണ്ടാകാം, അല്ലെങ്കിൽ ഷാൾ, അല്ലെങ്കിൽ മേ, അതുമല്ലെങ്കിൽ ക്യാൻ. ഇത്തരത്തിലുള്ള വാക്കുകളുണ്ട് എങ്കിൽ നമുക്ക് ഇഫ് ക്ലോസിൻ്റെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് ആ 1 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് എക്സാമിനേഷന് ചോദിക്കുക എന്ന് ചിന്തിച്ചാൽ, ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നു. ഇഫ് ഷീ കംസ്. ഇത് ഒരു പ്രോബബിൾ കണ്ടീഷനായിട്ടാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കുക. സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണത്. ഇഫ് ഷീ കംസ്. ഇഫ് എന്നാൽ എങ്കിൽ എന്നർത്ഥം. ഇഫ് ഷീ കംസ്, അവൾ വരികയാണെങ്കിൽ, ഷീ വിൽ ഗെറ്റ് ദ റിവാർഡ്, അവൾക്ക് റിവാർഡ് ലഭിക്കും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. സോ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നു. ആ സെൻറ്റൻസിനോടൊപ്പം ഇഫ് എന്ന വാക്കുണ്ട്. ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നു. അടുത്ത ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ, ഇതാണ് വരേണ്ടത്. ഇവിടെ വിൽ വന്നിരിക്കുന്നു. വിൽ എന്നത് സിമ്പിൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസും മറ്റൊരു ഭാഗത്ത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ആ സെൻറ്റൻസിനോടൊപ്പം ഇഫ് എന്ന ഒരു വാക്ക് കൂടി ചേരുന്നു എന്ന പ്രത്യേകത മാത്രമാണ് ഇവിടെയുള്ളത്. എന്തുകൊണ്ടാണ് ഷീ കംസ് എന്ന് പറയാൻ കാരണം എന്നതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക, തീർച്ചയായും കാണുക. അതുപോലെ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇഫ് ഹി ഈറ്റ്സ് ടു മച്ച്. അവൻ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഹി വിൽ ബിക്കം ഫാറ്റ്. ഇഫ് എന്ന വാക്കിനോടൊപ്പം വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു സെന്റൻസ് ആണ്. ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു ഭാഗം വന്നിരിക്കുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്കറിയാം. വെർബിന്റെ 1ാമത്തെ രൂപം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ് ഏകവചനമായതുകൊണ്ട് വെർബിന്റെ കൂടെ എസ് ചേർക്കണം പോലെയുള്ള നിയമങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കുക. ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു ഭാഗം വന്നിരിക്കുന്നു. അതിനുശേഷം വിൽ വന്നിരിക്കുന്നു. സോ ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ. മിക്കവാറും PSC പരീക്ഷകൾക്ക് ഈ ഭാഗം ഡാഷ് തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഭാഗം വിട്ട് കളഞ്ഞിട്ടുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു ഭാഗമായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. സോ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം ഇഫ് ഉണ്ടാകും, എങ്കിൽ അപ്പുറത്ത് വിൽ, ഷാൽ, മേ, ക്യാൻ എന്നീ ഏതെങ്കിലും വാക്കുകൾ വെച്ച് നമുക്ക് ഈ സെന്റൻസ് ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത സെന്റൻസുകളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ്. ദേ വിൽ ഷോ ദെയർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ വിൽ എന്ന ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഓക്സിലറി വെർബ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വിൽ എന്ന ഓക്സിലറി ഉണ്ട് എങ്കിൽ അപ്പുറത്തെ ക്ലോസിൽ, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടാകണം. ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻസിൽ ഉള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് സിമ്പിളായി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ വിൽ എന്ന ഓക്സിലറി വെർബാണുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് നമുക്ക് വേണം. ഇത് ചെയ്യണമെങ്കിൽ, ഇഫ് ക്ലോസിലെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ടെൻസിനെ കുറിച്ച് കൃത്യമായി ബോധമുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇഫ് ക്ലോസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഇപ്പോൾ പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കുക. ഇവിടെയും വിൽ എന്ന ഓക്സിലറി വെർബ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടായിരിക്കണം. ഷീ ഡസൻറ്റ് വർക്ക് ഹാർഡ്.
ഇഫ് ഷീ ഡസൻറ്റ് വർക്ക് ഹാർഡ് എന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഈ ഡസൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണമെന്ന്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതലായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു വശത്ത് ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എങ്കിൽ, അഥവാ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എങ്കിൽ അടുത്ത സെൻറ്റൻസിൽ വില്ലോ, ഷാലോ, മേയോ, ക്യാനോ ഉണ്ടാകും എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതാണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ നിയമമായി പറയുന്നത്. അടുത്ത നിയമത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഭാഗമാണ് ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നത്. തൊട്ട് മുൻപത്തെ വിഭാഗത്തിൽ നമ്മൾ പഠിച്ചത് ഇഫ് എന്ന വാക്കിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ആണ് എങ്കിൽ വിൽ, ഷാൽ, ക്യാൻ, മേ എന്ന് വരണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് എന്നത് മാറി സിമ്പിൾ പാസ്റ്റ് ആയി. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വില്ലിൻ്റെ പാസ്റ്റ് വുഡ്, ഷാലിൻ്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിൻ്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ് എന്നിങ്ങനെ വ്യത്യാസം ഈ സെൻറ്റൻസുകളിൽ വരുന്നു. ഇത് എക്സാമിനേഷന് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത് ഇത്തരത്തിലാണ്. ഇഫ് ഹി ഇൻവെസ്റ്റഡ് ദ മണി. ഇഫ് എന്ന വാക്കിനോടൊപ്പം ഇഫ് ക്ലോസിൽ ഹി ഇൻവെസ്റ്റഡ് ദ മണി എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹി ഇൻവെസ്റ്റഡ് ദ മണി. സിമ്പിൾ പാസ്റ്റ് എന്താണ് എന്ന് നമ്മുടെ ഇതേ ചാനലിലെ സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുക. അറിയാത്തവർ പഠിക്കുക. ഹി ഇൻവെസ്റ്റഡ് ദ മണി. ഇൻവെസ്റ്റഡ് എന്ന വെർബിന്റെ രണ്ടാമത്തെ രൂപം മാത്രമാണ് ഇവിടെയുള്ളത്. അതിനാൽ ഇത് സിമ്പിൾ പാസ്റ്റിലാണ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് എങ്കിൽ അടുത്തത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് എന്നീ വാക്കുകൾ ഇവിടെ ഉണ്ടാകും. ഇത്ര മാത്രമേ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ഇത്രയും വാക്കുകൾ, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇഫ് ഷീ പ്ലേഡ് വെൽ, ഇത് സിമ്പിൾ പാസ്റ്റിലുള്ള സെന്റൻസ് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിലുള്ള സെന്റൻസ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട സെന്റൻസ് ആണ്. ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് പ്ലസ് എങ്കിൽ അപ്പുറത്ത് വുഡ് ഉണ്ടാകണം. വുഡ് ഓർ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എന്നീ വാക്കുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഹി വുഡ് ഹെൽപ്പ് മീ, ഇവിടെയാണ് വുഡ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. സോ അപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഐ ആസ്ക്ഡ് ഹിം എന്ന സിമ്പിൾ പാസ്റ്റ് രൂപം ഇഫിനോടൊപ്പം കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസിനോടൊപ്പം സിമ്പിൾ പാസ്റ്റ് പ്ലസ് ഇഫ് ക്ലോസിനോടൊപ്പം സിമ്പിൾ പാസ്റ്റ് പ്ലസ് വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് എന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചർ.